ദേവകുളം മുൻ എം എൽ എ CPM നേതാവുമായ എസ് രാജേന്ദ്രൻ NDA മുന്നണിയിലേക്കെന്ന സൂചന. NDA ഘടകകക്ഷിയായ RP അത്താവലെ പാർട്ടിയിൽ ചേർന്നേക്കുമെന്നാണ് വിവരം. അപ്പോൾ ശ്രീകാന്ത് തുടരുന്നു. ശ്രീകാന്ത്, നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ RPI പാർട്ടിയുടെ സംസ്ഥാന നേതാവുമായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ വർഷം ജനുവരിയിൽ എന്തോ ഒരു പ്രാഥമിക ചർച്ച നടന്നിട്ടുണ്ടെന്ന് ആണെന്നാണ് എൻ്റെ അറിവ്. അപ്പം മുതൽ കുറച്ച് നാളെ തുടങ്ങുന്നുണ്ട് ഈ ആലോചന, അല്ലേ? തീർച്ചയായും ഹാഷ്മി, ഇത് ഇന്നോ ഇന്നലെയോ പെട്ടെന്ന് തുടങ്ങിയ ചർച്ചകളല്ല എന്നുള്ളത് സ്പഷ്ടമാണ്. എസ് രാജേന്ദ്രന് നേരിട്ട് BJPയിലേക്ക് വരുന്നതിൽ BJP നേതാക്കളൊക്കെ തന്നെ കണ്ടിരുന്നു. കോട്ടയത്ത് നിന്നുള്ള BJP നേതാവ് ഹരി അടക്കമുള്ളവർ ചർച്ച നടത്തിയെങ്കിലും അത് BJPയിലേക്ക് പോകുന്നതിന് വിമുഖത എസ് രാജേന്ദ്രൻ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ NDA ഘടകകക്ഷി വഴി NDAയിലേക്ക് കയറിപ്പറ്റാൻ ഇപ്പോൾ എസ് രാജേന്ദ്രൻ ഏറെക്കുറെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഈ രാംദാസ് അത്താവാലെ ഇന്ന് വൈകിട്ട് 4 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തും. അതിനുശേഷം ഒരു കൂടിക്കാഴ്ച നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. CPMുമായി കുറെ കാലമായി അകലം പാലിക്കുകയാണ് എസ് രാജേന്ദ്രൻ. അദ്ദേഹം മറ്റ് പ്രവർത്തനങ്ങളിലൊന്നും തന്നെ സജീവവുമായിരുന്നില്ല. ഒരു കാര്യം ഉറപ്പിക്കാം, എസ് രാജേന്ദ്രൻ കൃത്യമായി മുന്നണിയിലേക്ക് NDA മുന്നണിയിലേക്ക് വരാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. കൂടിക്കാഴ്ച സ്ഥിരീകരിക്കുന്നുണ്ട് അതിനുള്ളിലെ നേതാക്കൾ തന്നെ. ഇന്ന് രാംദാസ് അത്തേവാലെ വൈകിട്ട് 4 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ എത്തുന്നുണ്ട്. കൂടിക്കാഴ്ചയും നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം.